ഇങ്ങനെയെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയാതെ പോയ എത്ര മനുഷ്യരുണ്ടാവും നമ്മളെ ചുറ്റിലല്ലേ. മനുഷ്യന് മാത്രമേ മനുഷ്യത്വം കാണിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് വെറുതെ അല്ല. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതുപോലുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണോ ഈ ഭൂമി നിലനിൽക്കുന്നത് എന്നുള്ള ചിന്തയിലേക്ക് വരെ പോകേണ്ടി വരും. മുംബൈയിൽ നിന്ന് ലക്നൌവിലേക്ക് ഒരു ട്രെയിനിൽ ഒരു ചെറുപ്പക്കാരൻ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് വന്ന ടി ജിതേന്ദ്ര മിശ്ര ആ ചെറുപ്പക്കാരനോട് ചോദിച്ച് നിന്റെ ടിക്കറ്റ് ഒന്ന് കാണിക്കുക. അപ്പോൾ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ടിക്കറ്റൊന്നും ഇല്ല എന്ന്, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന്. നീ എന്തുകൊണ്ട് ടിക്കറ്റ് എടുത്തില്ല എന്ന് ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ഞാൻ മുംബൈയിലൊരു ഹോട്ടലിൽ ജോലി ചെയ്യായിരുന്നു. അവിടുത്തെ ഹോട്ടൽ ഉടമയുടെ ഒരുപാട് മർദ്ദനങ്ങളൊക്കെ സഹിച്ച് എൻ്റെ കൈയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പൊള്ളിച്ചതൊക്കെ. ഞാൻ ഇതുവരെ ചെയ്ത പണിയുടെ ജോലിയുടെ കൂലി പോലും എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ടി ചെറുപ്പക്കാരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഭക്ഷണം കഴിച്ചോ? ചെറുപ്പക്കാരൻ പറയുന്ന മറുപടി ഞാനൊന്നും കഴിച്ചില്ല, ഭക്ഷണമൊന്നും കഴിച്ചില്ല. അപ്പോൾ ടി ചെറുപ്പക്കാരന് ഭക്ഷണവും വെള്ളവും വാങ്ങിച്ചു കൊടുക്കും. ചെറുപ്പക്കാരനുള്ള ഫൈനും ടിക്കറ്റും ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇട്ടു കൊടുക്കും. അവസാനം അവൻ്റെ പോകുന്ന ചെലവിന് വേണ്ടിയിട്ട് ടി കുറച്ച് കാശ് എടുത്തു കൊടുക്കും. ഇത് നിനക്ക് ഇനി പോകുന്ന വഴിയിൽ ഉപകരിക്കുമെന്ന് പറഞ്ഞു. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. ചില ജോലികൾ ചെയ്യുന്ന ചിലർ നമ്മൾ കാണുമ്പോൾ എന്നും ഒരേ കണ്ണുകൊണ്ട് കാണും. നമ്മൾ കാണുന്ന ഇവരിലുമുണ്ട് നമ്മൾ കാണാത്ത പലരും. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാകുന്നത് എന്ന് പറഞ്ഞത് എത്ര മനോഹരമായ വാക്കുകളാണ്. ഇവിടെ എത്ര ആൾക്കാരുണ്ട് അവിടെ ഇങ്ങനെ പട്ടിണി എടുക്കുന്നത്, നമ്മളറിയുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എത്ര മനുഷ്യരുണ്ടാവും ഇങ്ങനെ പട്ടിണി എടുക്കുന്നത്. അല്ലാത്ത അവസ്ഥ വിശപ്പിനോളം ഒന്നും വരില്ല. നമ്മളാകെ എല്ലാവരും പണിയെടുക്കുന്നത് നമ്മളെ ഈ പള്ള നിറക്കാൻ വേണ്ടിയിട്ട് അല്ലേ. വല്ലാത്ത അവസ്ഥ. നമ്മൾക്കെന്തായാലും അതിൻ്റെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. ഈ കാണുന്ന എല്ലാവരും ഇതുപോലൊരു പ്രശ്നം ഇല്ല ആൾക്കാരായിരിക്കില്ല. എന്തായാലും ഒരു 3 നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കേട്ട ഈ ചെറുപ്പക്കാരനാണെന്ന് പറയാൻ പറ്റില്ല, അതിനും താഴത്തായിരിക്കും. അവന് ഭക്ഷണം പോലും കഴിച്ചില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ, സങ്കടം. നമ്മളറിയാതെ എത്ര മനുഷ്യർ എത്ര ആൾക്കാരെ സഹായിക്കുന്നുണ്ടാവും. പിന്നെ കുറേ ആൾക്കാരുണ്ടാവും സഹായിക്കുന്നത് അറിയണം എന്ന് കരുതിയിട്ട് 10 ആളെ മുമ്പിൽ സഹായിക്കുന്ന കുറേ ആൾക്കാർ, അങ്ങനെയും കുറേ ആൾക്കാർ. എന്തൊരു ലോകം.